ഗ്രാമപഞ്ചായത്ത് നരേന്ദ്രമോദി കൺവീനറായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ബ്ലോക്ക് മെമ്പറായിട്ട് പഞ്ചായത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയായ തോമസ് പുല്ലൂസ് എത്തിയിട്ടുണ്ട്. പിന്നെ കടവനാടിക്കര പഞ്ചായത്ത് കടവനാടിക്കര സ്കൂളിൽ വെച്ച് വൃക്ഷത്തൈ വിതരണം ചെയ്യുന്ന ആദ്യമായിട്ട് താലൂക്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പല സ്കൂളുകളിൽ ഇത് നടത്തുന്നുണ്ട്. അതിനോടനുബന്ധിച്ചത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കൽ കർമ്മമാണ് ഇത് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയിട്ട് ഈ യോഗത്തിൽ ഇത് സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് കേന്ദ്ര പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചില വർഷങ്ങളായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം വൃക്ഷത്തൈ വിതരണ പരിപാടികളുമായി മലനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാടാകെ വൃക്ഷം വെട്ടി നശിപ്പിച്ച വലിയ ഫ്ളാറ്റുകൾ പണിത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലനാട് പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ, പ്രിയ സാംസന്റെ നേതൃത്വത്തിൽ സ്കൂളുകളെ കേന്ദ്രീകരിച്ചും നാടിന്റെ നാനാഭാഗങ്ങളിലും വൃക്ഷത്തൈ വിതരണം മഹനീയമായ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇത് പരിശീലിപ്പിക്കുന്ന ഇത് വലിയൊരു നന്മ പറഞ്ഞ കാര്യമാണ്. ഇതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ആരോൺ പനവേലി ജില്ലാ പഞ്ചായത്ത് അംഗമായി വലിയ ഭൂരിപക്ഷത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനപിന്തുണ നേടിയ ആരോൺ പനവേലി അവരുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ സാംസൺ മുഖ്യമന്ത്രി ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ വൃക്ഷത്തെ ഏറ്റുവാങ്ങുന്നത് ഷിബി തോമസ്, നമ്മുടെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ അവരുകളാണ്. വളരെ ആവേശത്തോടെയാണ് ഈ സ്കൂൾ ഈ കാര്യം ഏറ്റെടുത്തത്. ആ പ്രിയ ഷിബി തോമസ് ഹെഡ് മാസ്റ്ററെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാടിന്റെ സുവിശേഷ പ്രസംഗതയായി മാറിയ ജില്ലാ പഞ്ചായത്ത് അംഗമായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ മേഴ്സി പാണ്ഡ്യത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ മറ്റ് അധ്യാപകർ, അതുപോലെ വിദ്യാർത്ഥികൾ, ഈ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ അനന്തില്ല ഏറ്റവും ബഹുമാനപ്പെട്ട സാംസ്കാരിക നമുക്ക് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട തോമസ് കുട്ടി പാസ്റ്റർ, ഏറ്റവും പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട മേഴ്സി പാണ്ഡ്യത്ത്, നമ്മുടെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഷീവി ടീച്ചർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയ കൊച്ചു കൂട്ടുകാരെ, എനർജി ഉണ്ടല്ലോ രാവിലെ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് അറിയാമോ? എന്താ? വൃക്ഷത്തൈ വിതരണം. വൃക്ഷത്തൈകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? എപ്പോ? എന്നിട്ട് എന്ത് ചെയ്യൂ? എന്തിനാ നമ്മൾ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്? എന്തിനാ? ചുമ്മാണോ? എന്തിനാ? യെസ്, വൃക്ഷങ്ങൾ നമുക്ക് എന്ത് നൽകും? ഓക്സിജൻ നൽകും, നമുക്ക് തണൽ നൽകും, അതെ, പിന്നെ ഭക്ഷണം നൽകും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് വൃക്ഷങ്ങളെ കൊണ്ടല്ലേ. അപ്പം ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എന്താ? ഈ വൃക്ഷങ്ങളെ എല്ലാവരും നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മളൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ കെട്ടണമെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ മരങ്ങളൊക്കെ നമ്മൾ വെട്ടി മുറിക്കുന്നില്ലേ? അപ്പൊ ആ വെട്ടി മുറിക്കുന്ന മരങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും? എല്ലാം കുറയത്തില്ലേ? എല്ലാം പോകത്തില്ലേ? അപ്പൊ നമ്മളെന്താ ചെയ്യണ്ടേ?
നമ്മൾ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. അതിനായിട്ട് നമ്മൾ മലനാട് സംരക്ഷണ സമിതി അതിന് നേതൃത്വം നൽകി എല്ലാ സ്കൂളുകളിലും നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഈ വൃക്ഷങ്ങൾ നൽകുക. വൃക്ഷങ്ങൾ നൽകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നട്ടുപിടിപ്പിക്കും. നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മാത്രം മതിയോ? വേറെന്താ ചെയ്യണ്ടേ? യെസ്. നമ്മള് വൃക്ഷങ്ങൾ സംരക്ഷിക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കൂടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അത് നല്ലതല്ലേ? വൃക്ഷങ്ങൾ എല്ലാവരും സത്യമായിട്ടും പറ വെച്ചോ? ആരെങ്കിലും ഉണ്ടോ വെക്കാനും ബാക്കി? എല്ലാരും വെച്ചു. യെസ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ എത്തിയത്. നിങ്ങളെ എല്ലാം കണ്ടതിലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാലുള്ള സന്തോഷം നിങ്ങളത് പങ്കുവെക്കുന്നു. എന്നാ വേൾഡ് എൻവയറൺമെന്റ് ഇത് ചോദിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്നാ ലോക പരിസ്ഥിതി ദിനം ഉറപ്പാണോ? എന്തിനാ ലോക പരിസ്ഥിതി ദിനം വെച്ചിരിക്കുന്നത്? ഇതൊക്കെ തന്നെയല്ലേ ആശയം. ഒരു ദിവസം അതിന് വെച്ചതേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദിവസം നോക്കണ്ട. ഈ വൃക്ഷങ്ങളെ നമുക്ക് സംരക്ഷിക്കാനും അതിനെ നല്ല രീതിയിൽ വളർത്താനും ഒക്കെ എന്നാലേ നമുക്ക് താങ്ങും നന്നായിട്ടൊക്കെ വൃക്ഷങ്ങൾ നിൽക്കത്തുള്ളൂ. നമ്മളെ വൃക്ഷങ്ങൾ ആ മരങ്ങളിലെടുത്ത് നമ്മൾ ആദ്യമേ ഒരു ചെറിയൊരു പരിപാലനം ചെയ്തെങ്കിൽ മാത്രമേ ഭാവി നമുക്ക് ഒരു താങ്ങുന്നവരുമായിട്ട് വരുത്തുള്ളൂ, മരങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. എല്ലാവരും വീട്ടിൽ ചെന്ന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന് ഒപ്പം തന്നെ അതിനെ സംരക്ഷിക്കാൻ കൂടെ പഠിക്കണം. ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടെ ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.